അങ്ങനെ എംബച്ചയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു. ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിൽ മുൻ അഡോർ സിഇഒ മിൻ ഹീജിൻ BTC പലപ്പോഴും അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു. വി തന്റെ മിലിറ്ററി എൻലിസ്റ്റ്മെന്റ് ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 16-ന് എംഎച്ച്എയുടെ ബർത്ത്ഡേക്ക് പുലർച്ചെ തന്നെ വി അവർക്ക് ബർത്ത്ഡേ വിഷ് സന്ദേശം അയച്ചതായി ആണ് എംഎച്ച്എ ആ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞത്. ഈ ബ്രോഡ്കാസ്റ്റിൽ എംഎച്ച്എ പറഞ്ഞത് കേട്ട് ഹേറ്റേഴ്സ് എല്ലാം ഇത് ഏറ്റെടുത്ത് വിയെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മറ്റൊരു ഗ്രൂപ്പ് സ്റ്റാറായ ഒരു ഹേറ്റർ വിക്കെതിരെ പരാതി നൽകി. വി മിലിറ്ററി സേവനത്തിനിടയിൽ ഫോൺ യൂസ് ചെയ്യുന്നു, വിക്ക് മിലിറ്ററിയിൽ മുൻഗണന കൊടുക്കുന്നു എന്നതായിരുന്നു പരാതി. ഇത് മിലിറ്ററി ലോ എഗനിസ്റ്റ് ആണ്, വിക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്നും ഹേറ്റേഴ്സ് കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നു. വി ഫോൺ യൂസ് ചെയ്യുന്നു എന്നതിന് തെളിവായി ഹേറ്റർ കൊടുത്തത് എംഎച്ച്എ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പരാതിക്ക് മറുപടിയായി മിലിറ്ററി പോലീസ് പെറ്റീഷൻ റെസ്പോൺസ് ഓഫീസിൽ നിന്ന് മറുപടി വന്നു. ഈ പരാതിയിൽ പറയുന്നത് പോലെ വിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് മിലിറ്ററിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞങ്ങൾ അന്വേഷിക്കും. ആരുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബാധകമല്ല, സ്പെഷ്യൽ പ്രിവിലേജ് ആർക്കും കൊടുക്കാറുമില്ല, സോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകും എന്നായിരുന്നു മറുപടി. ശേഷമാണ് ട്വിസ്റ്റ്. എംഎച്ച്എ പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് റിവ്യൂ ആൻഡ് റെസ്പോൺസ് ആയി ഇൻവെസ്റ്റിഗേഷന് ശേഷം മിലിറ്ററി ഓഫീസ് പറഞ്ഞത്. ഇനി മിലിറ്ററിയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. വിക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുത്തു എന്നതിന് എവിഡൻസ് ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ആഫ്റ്റർനൂണിൽ മാത്രമാണ് ഫോൺ കൊടുക്കാറുള്ളത്. സോ എംഎച്ച്എയെ പുലർച്ചെ വിഷ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആഫ്റ്റർനൂൺ മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. കൂടാതെ ഇൻവെസ്റ്റിഗേഷനിൽ വി എംഎച്ച്എ വിളിച്ചെന്നോ ടെസ്റ്റ് ചെയ്തെന്നോ എന്നതിന് ഒരു എവിഡൻസും ഇല്ല എന്നും ഇതിൽ പറയുന്നു. സോ ഈ പരാതിക്കാരി പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റും സെലിബ്രിറ്റി എന്ന നിലയിൽ വിക്ക് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരേ ലോ ആണെന്ന് മിലിറ്ററി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. എംഎച്ച്എ എന്ന് ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലേ? വി എപ്പോഴും മിലിറ്ററിയിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്. മിലിറ്ററിയിൽ തന്നെയാണോ വി എന്ന് എനിക്കിടയ്ക്ക് തോന്നാറ് വരെയുണ്ട് എന്നാണ് എംഎച്ച്എ പറഞ്ഞത്. ശരിക്കും ഒന്ന് പറഞ്ഞാൽ അന്ന് ഹൈബിന്റെയും വിയുടെയും പ്രശ്നം നടക്കുന്നതിനിടയിലാണ് ഇവരിങ്ങനെ പറഞ്ഞത്. സോ ഇതൊക്കെ ഇവരുടെ അറ്റൻഷൻ സീക്കിംഗ് കള്ളത്തരങ്ങളാണെന്ന് മിലിറ്ററി സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എംഎച്ച്എ ഇത് ബ്രോഡ്കാസ്റ്റിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ തന്നെ വിക്കെതിരെ പരാതി കൊടുക്കാൻ പോയ അനദർ ഗ്രൂപ്പ് സ്റ്റാൻഡിന്റെ മനസ്സ് ആരും കാണാതെ പോകരുത്. എന്തായാലും ആ ഹേറ്റർ പരാതി കൊടുത്തുകൊണ്ട് മിലിറ്ററി സ്റ്റേറ്റ്മെന്റിൽ തന്നെ സത്യം അറിയാൻ നമുക്ക് പറ്റി.